Hello, my dear students, my dear children. We are starting the third term portion, chapter 11, Feudalism and the Medieval World. പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ നമ്മുടെ തേർഡ് ടേമിലെ ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്നു മുതൽ. നമ്മുടെ അടുത്ത ചാപ്റ്റർ നിങ്ങൾക്കറിയാം, ചാപ്റ്റർ 10 വരെ നമ്മൾ ഓൾറെഡി നമ്മുടെ സെക്കൻഡ് ടേം പോർഷനായിട്ട് നമ്മൾ പഠിച്ചു തീർന്നു. ഇന്ന് നമ്മുടെ തേർഡ് ടേം പോർഷനിലെ ചാപ്റ്റർ 11 ആണ് നമ്മൾ തുടങ്ങുന്നത്. അതിൻ്റെ ടൈറ്റിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഫ്യൂഡലിസം ആൻഡ് ദ മിഡീവിയൽ വേൾഡ്. അപ്പം മിഡീവിയൽ വേൾഡിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് ഫ്യൂഡലിസത്തെ പറ്റിയാണ്. ഫ്യൂഡലിസം. അപ്പം മിഡീവിയൽ വേൾഡ് എന്ന് പറയുമ്പോൾ അത് ഏത് സെഞ്ച്വറിയാണെന്ന് നിങ്ങൾക്കറിയാവോ? 5th to 15th സെഞ്ച്വറി. അതായത് 5ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെയുള്ള ആ ഒരു പീരീഡിനെയാണ് നമ്മൾ മിഡീവിയൽ പീരീഡ് എന്ന് പറയുക. അപ്പം മിഡീവിയൽ പീരീഡിലെ ആ അന്നത്തെ ലോകം, അതാണ് മിഡീവിയൽ വേൾഡ്. അപ്പം മിഡീവിയൽ ഹിസ്റ്ററിയാണ് നമ്മളിവിടെ പഠിക്കുക, മിഡീവിയൽ ഹിസ്റ്ററി. അപ്പോൾ ഏതാണ് അതിൻ്റെ വർഷങ്ങൾ പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയണം? 5th സെഞ്ച്വറി 15th സെഞ്ച്വറി എന്ന് പറയുമ്പോൾ 400 AD 400 മുതൽ, അതായത് ആഫ്റ്റർ ക്രൈസ്റ്റ്, ആഫ്റ്റർ ദ ഡെത്ത് എന്നുള്ളതാണല്ലോ AD. അപ്പോൾ AD 400 to 1500, AD 400 മുതൽ AD 1500 വരെയുള്ള വർഷങ്ങളാണ് ഈ മിഡീവിയൽ പീരീഡ് എന്ന് പറയുക. അപ്പം മിഡീവിയൽ വേൾഡിൻ്റെ ഹിസ്റ്ററിയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അതിലെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്യൂഡലിസത്തെ പറ്റിയാണ്. ഫ്യൂഡലിസം. ഓക്കെ, അപ്പം നമ്മുടെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പേജ്, അവിടെ ഒരു പിക്ചർ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. പിക്ചറല്ല, ഒരു ഡയഗ്രം നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. മെനോറിയൽ എസ്റ്റേറ്റ് എന്നാണ് അതിൻ്റെ പേര്, മെനോറിയൽ എസ്റ്റേറ്റ്. അപ്പം നമ്മൾക്കറിയാം ഈ ഫ്യൂഡലിസം എന്ന് പറയുന്നത് എന്താണെന്നും ഫ്യൂഡലിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നും ഫ്യൂഡലിസത്തിലെ യൂറോപ്പിലെ ഫ്യൂഡലിസത്തിൻ്റെ ഒരു ഹൈറാർക്കി ഏത് ടൈപ്പിലായിരുന്നു എന്നുമൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ ഈ മെനോറിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഫ്യൂഡലിസത്തിൻ്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും അത് കാണിക്കുന്ന ഒന്നാണ് ആ ഒരു ഡയഗ്രാം. അപ്പം നമുക്ക് ആ ഡയഗ്രാം ടീച്ചർ ഒന്ന് കാണിക്കാം നിങ്ങളെ. ഇതാണ് ആ ഡയഗ്രാം. നമ്മുടെ ടെക്സ്റ്റിലെ ഡയഗ്രത്തിൽ നിന്നും കുറച്ചുകൂടി വ്യത്യാസമുള്ളൊരു ഡയഗ്രമാണ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഈ മെനോറിയൽ എസ്റ്റേറ്റിൽ എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത് നോക്കി. ഏറ്റവും പ്രധാനപ്പെട്ടത് മാനർ. എന്താണ് ഈ മാനർ? ഇറ്റ് ഈസ് ദ പാലസ് ഓഫ് ദ ഫ്യൂഡൽ ലോഡ്. ഫ്യൂഡൽ ലോഡിൻ്റെ പാലസ്, അദ്ദേഹത്തിൻ്റെ ബംഗ്ലാവ്, അതാണ് ഈ മാനർ എന്ന് പറയുക. അത് ഒരു ഹൈറ്റുള്ള പ്രദേശത്തായിരിക്കും. ആ ഒരു പ്രദേശത്തിൻ്റെ എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ ഒരു ഹൈറ്റുള്ള ഏരിയയിലായിരിക്കും ഈ മാനർ, അതായത് ദ ലാർജ് പാലസ് ഓഫ് ഫ്യൂഡൽ ലോഡ്. അതുകൂടാതെ ആ എസ്റ്റേറ്റിൽ എന്തൊക്കെ കാണും? വർക്ക്ഷോപ്പുകൾ കാണും, പാസ്റ്റേഴ്സ് കാണും, ഫോറസ്റ്റ് കാണും, ദെൻ ചർച്ച് കാണും, വാട്ടർ മില്ല് കാണും, ഫീൽഡ് കാണും. അങ്ങനെ കൃഷിസ്ഥലങ്ങളെ, മസ്റ്റായിട്ടൊരു ചർച്ച് അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ വർക്ക്ഷോപ്പുകളെ, വാട്ടർ മില്ല്, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളോടും ചേർന്നതാണ് ഈ പസ്റ്റോറിയൽ എസ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ മാനർ, ദെൻ അതിൻ്റെ ചുറ്റുപാടുമുള്ള എസ്റ്റേറ്റുകളെ, അവിടെ ഈ ഫ്യൂഡൽ ലോഡിന് വേണ്ടി ജോലി ചെയ്യുന്ന വർക്കേഴ്സ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ലാൻഡിൽ വർക്ക് ചെയ്യുന്ന പെസൻസ്, അവരുടെ വീടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ മെനോറിയൽ എസ്റ്റേറ്റിൻ്റെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് പുസ്തകത്തിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു മെനോറിയൽ എസ്റ്റേറ്റിലെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്? വാട്ട് വെയർ ദ ഫെസിലിറ്റീസ് ഇൻ എ മെനോറിയൽ എസ്റ്റേറ്റ്? നമുക്ക് എന്തൊക്കെ എഴുതാം? മാനർ, വർക്ക്ഷോപ്പ്, ചർച്ച്, വാട്ടർ മിൽ, പാസ്റ്റേഴ്സ്, ദെൻ സെർവ്സ് ഹൗസസ്. സെർവ്സ് മീൻസ് workers houses, peasants houses, then fields. Okay, these are the
facilities in a manorial estate. Okay. Then, next main question, what was feudalism? Give a brief explanation. എന്താണ് feudalism? ഒരു brief explanation നമുക്ക് പഠിക്കാം. Feudalism was an economic, social and political system that emerged in medieval Europe following the collapse of the Western Roman Empire. നമുക്കറിയാം, നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട എംപയറായിട്ട് പഠിക്കുന്നതാണ് റോമൻ എംപയർ. റോമൻ എംപയറിനെ വെസ്റ്റേൺ റോമൻ എംപയർ എന്നും ഈസ്റ്റേൺ റോമൻ എംപയർ എന്നും അത് രണ്ടായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുകയും വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ഒരു കൊലാപ്സിലേക്ക് പോയ ചില റീസൺസൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹയർ സ്റ്റാൻഡേർഡിലൊക്കെ നിങ്ങൾക്കത് പഠിക്കാനുണ്ടായി. അപ്പോൾ വെസ്റ്റേൺ റോമൻ എംപയർ അന്നത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏറ്റവും വെൽത്തി ആയിട്ടുള്ള ഈ റോമൻ എംപയറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോമൻ എംപയറായ വെസ്റ്റേൺ റോമൻ എംപയർ കൊളാപ്സ് ആവുകയും അതിന് പല റീസൺസ് ഉണ്ട്. കൊളാപ്സ് ആവുകയും അതിന് ശേഷം ഉണ്ടായ ഒരു ഇക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ സിസ്റ്റം, മിഡീവിയൽ യൂറോപ്പിലുണ്ടായ പൊളിറ്റിക്കൽ, ഇക്കണോമിക്, സോഷ്യൽ സിസ്റ്റത്തെയാണ് നമ്മൾ ഫ്യൂഡലിസം എന്ന് വിളിക്കുക. സോ ഫ്യൂഡലിസം വാസ് എൻ ഇക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ സിസ്റ്റം that emerged in medieval Europe following the collapse of the Western Roman Empire. എന്താണ് കൊലാപ്സ് എന്നുള്ള വാക്കിൻ്റെ മലയാളം മീനിങ്? തകർച്ച. വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ തകർച്ചയ്ക്ക് ശേഷം മിഡീവിയൽ യൂറോപ്പിലുണ്ടായ സാമ്പത്തിക, സാമൂഹ്യ, രാഷ്ട്രീയപരമായ ഒരു സിസ്റ്റത്തെയാണ് ഫ്യൂഡലിസം എന്ന് വിളിക്കുക. അപ്പോൾ ഫ്യൂഡലിസത്തിന് പല കാര്യങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡാണ്. എന്തൊക്കെയാണ്? അതിനൊരു സാമ്പത്തിക വശമുണ്ട്, ഒരു സോഷ്യൽ വശമുണ്ട്, ഒരു പൊളിറ്റിക്കൽ കാര്യവുമുണ്ട്, അല്ലേ? ഇങ്ങനെ 3 വിങ്സ് ഇതിനകത്ത് കാണാൻ നമുക്ക് പറ്റും. ഒരു ഇക്കണോമിക്കായിട്ടുള്ള അതിനൊരു ഭാഗമുണ്ട്, ഒരു സോഷ്യലായിട്ടുള്ള ഒരു ഭാഗമുണ്ട്, അതിനൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഭാഗമുണ്ട്. സോ ഫ്യൂഡലിസം വാസ് ആൻ ഇക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ സിസ്റ്റം എമർജ്ഡ് ഇൻ യൂറോപ്പ് ആഫ്റ്റർ ദി കൊളാപ്സ് ഓഫ് വെസ്റ്റേൺ റോമൻ എംപയർ. The word feudalism is derived from the German word feud, which means a piece of land. The feud എന്ന് പറയുന്ന ഒരു ജർമ്മൻ വേർഡിൽ നിന്നാണ് ഈ ഫ്യൂഡലിസം എന്നുള്ള വേർഡ് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ മീനിങ് വളരെ സിമ്പിളാണ്, എ പീസ് ഓഫ് ലാൻഡ്. അപ്പം ഈ ഫ്യൂഡലിസം തീർച്ചയായിട്ടും ലാൻഡുമായിട്ട് കണക്റ്റഡ് ആണ്, ലാൻഡിൻ്റെ ഓണർഷിപ്പുമായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് എ പീസ് ഓഫ് ലാൻഡ് എന്നുള്ള ഒരു സിമ്പിൾ മീനിങ് ആണ് ഈ വാക്കിനുള്ളത്. ഫ്യൂഡലിസം ഒറിജിനേറ്റഡ് ഇൻ ഫ്രാൻസ്. ഫ്യൂഡലിസത്തിൻ്റെ യൂറോപ്പ് എന്ന് പറയുമ്പോൾ ഫ്യൂഡലിസം കറക്റ്റായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അത് ഒറിജിനേറ്റ് ചെയ്തത് ഫ്രാൻസിലായിരുന്നു. ലേറ്റർ ഇറ്റ് സ്പ്രെഡ് ടു ഇംഗ്ലണ്ട് ആൻഡ് ഇറ്റലി. ഇറ്റലിയിലേക്കും ഇംഗ്ലണ്ടിലേക്കും തൊട്ടടുത്തുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ ഈ ഫ്യൂഡലിസം സ്പ്രെഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഫ്യൂഡലിസം എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മിഡീവിയൽ യൂറോപ്പിലെ വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ കൊളാപ്സിന് ശേഷം ഓരോ പ്രദേശത്തും ഉണ്ടായിരുന്ന ജന്മിമാരെ, ഫ്യൂഡൽ ലോഡ്സ്, ലാൻഡ് ലോഡ്സ്, അവർ ശക്തി പ്രാപിക്കുകയും രാജാവിൻ്റെ എംപയറിൻ്റെ ആ ഒരു പവർ നഷ്ടപ്പെട്ട് വെസ്റ്റേൺ റോമൻ എംപയർ കൊളാപ്സ് ആയി കഴിഞ്ഞപ്പോൾ ഓരോ പ്രദേശത്തും ഉണ്ടായിരുന്ന ഫ്യൂഡൽ ലോഡ്സ് അല്ലെങ്കിൽ ലാൻഡ് ലോഡ്സ്, ജന്മിമാരെ ശക്തി പ്രാപിക്കുകയും അവരുടെ കൈവശമുണ്ടായിരുന്ന ആ വാസ്റ്റ് ഏക്കേഴ്സ് ഓഫ് ലാൻഡിനെ അവരെ സ്വന്തം ഇഷ്ടപ്രകാരം ഭരിക്കുകയും സ്വന്തമായിട്ട് മിലിറ്ററിയൊക്കെ വെച്ച് സ്വന്തമായിട്ട് ഭരിക്കുകയും ചെയ്ത ഒരു രീതിയാണ് നമ്മൾ ഈ ഫ്യൂഡലിസം എന്ന് പറയുക. അപ്പോൾ രാജാധികാരത്തിൻ്റെ ആ ഒരു കുറവാണ് സത്യത്തിൽ ഈ ലാൻഡ് ലോഡ്സ് ഇത്രയും പവർഫുൾ ആകാനുള്ള കാരണം. അപ്പോൾ ലാൻഡ് ലോഡ്സിൻ്റെ ആ പവർ നിറഞ്ഞു നിന്ന ആ ഒരു സിസ്റ്റമാണ് ഫ്യൂഡലിസം. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഫ്യൂഡലിസത്തിൻ്റെ ആ 3 ഓർഡേഴ്സ്, അവരുടെ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്, ഫ്യൂഡലിസത്തിലെ സോഷ്യൽ സിസ്റ്റത്തിന് 3 ഓർഡേഴ്സ് ഉണ്ട്. 3 വിഭാഗം ആൾക്കാരാണ് അതിനകത്തുള്ളത്. ഫസ്റ്റ് ടോപ്പ് ക്ലർജി, ആൻഡ് ബിലോ ദ ക്ലർജി there were nobles, and below the nobles the third class peasants. ഓക്കെ, അപ്പോൾ ഫ്യൂഡലിസത്തിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്, അതായത് ആ സൊസൈറ്റിയുടെ ഓർഡർ, ഏറ്റവും ടോപ്പിൽ ക്ലർജി മീൻസ് പ്രീസ്റ്റ്, പുരോഹിതന്മാർ. ദെൻ ബിലോ ദ പ്രീസ്റ്റ് there were നോബിൾസ്, അതായത് പ്രഭുക്കന്മാർ, അതാണ് നോബിൾസ്. ദെൻ ദ ലാസ്റ്റ് ഗ്രൂപ്പ് പെസൻസ്, കർഷകർ ലാസ്റ്റാണ്, അവർ തേർഡ്
കാര്യങ്ങൾ. തേർഡായിട്ട് വരുന്ന ഒരു വിങ്ങാണ് പെസൻസ്. അപ്പോൾ ക്ലർജി, നോബിൾസ്, ദെൻ പെസൻസ്. ദീസ് were the three orders in feudal system. Okay. Then prepare a poster on the characteristics of feudal society. What were the characteristics of feudal society? Feudal societyയുടെ characteristics എന്തൊക്കെയായിരുന്നു? King owned all the land. Then king gave the land to the nobles. In return, nobles pledged to the loyal to the king and to provide military assistance. Nobles had the power to form an army, administer justice, mint currency. Okay. The third order, the peasants, had two divisions: independent peasants and slaves. Peasants did not have their own lands. They had to work on the farms and the houses of the nobles. They didn't receive wages. So, wage illata workers ആയിരുന്നു peasants. They had to work in land and also in the houses of nobles. So, king owned all the land. King ആയിരുന്നു എല്ലാ ലാൻഡിൻ്റെയും ഓണർ. അപ്പോൾ ഫ്യൂഡൽ സൊസൈറ്റിയിൽ ലാൻഡ് മുഴുവൻ കിങ്ങിനാണ്. ദെൻ കിങ് ഗേവ് ദ ലാൻഡ് ടു ദ നോബിൾസ്. കിങ് എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ ലാൻഡ് ഈ ജന്മിമാർക്ക് കൊടുക്കും, നോബിൾസിന് കൊടുക്കും, പ്രഭുക്കന്മാർക്ക് കൊടുക്കും. ദേ വെയർ ലാൻഡ് ഓണേഴ്സ്, ലാൻഡ് ലോഡ്സ്. പക്ഷെ ആത്യന്തികമായിട്ട് പറയുമ്പോൾ ഭൂമിയെല്ലാം കിങ്ങിൻ്റേതാണ്. പക്ഷേ അത് കൈവശം വെക്കുകയും അതിൻ്റെ സമ്പത്ത് അനുഭവിക്കുകയും ചെയ്യുന്ന ആരാണ്? നോബിൾസ്. ഇപ്പം നമ്മുടെ നാട്ടിലും ഇപ്പോഴത്തെ രീതിയും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ നോർത്തേ, നമ്മളൊക്കെ നമ്മുടെ സ്വന്തം എന്ന് പറയുന്ന ഭൂമിക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ടാക്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സത്യത്തിൽ നമ്മുടെ ഭൂമി ആരുടേതാണ്? ഗവൺമെൻറ്റിൻ്റെയാണ് നമ്മുടെ ഭൂമി. നമ്മൾ ആരാണ് ശരിക്കും അതിൻ്റെ ആ ഭൂമിയിൽ താമസിക്കുന്ന കൈവശ അവകാശമുള്ള പാട്ടക്കാരാണ് നമ്മൾ. ഗവൺമെൻറ്റിൻ്റെയാണ് ഭൂമി. ഗവൺമെൻറ് എപ്പം നമ്മുടെ ഭൂമി ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാലും നമ്മളത് വിട്ടുകൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഓക്കെ, നമുക്ക് കോമ്പൻസേഷൻ കിട്ടും, പക്ഷെ ഭൂമി ആരുടേതാണ്? ഗവൺമെൻറ്റിൻ്റെയാണ്. ഇപ്പം നമ്മുടെ ഭൂമി കൂടെ ഒരു റോഡ് വരുന്നു, നമ്മുടെ ഭൂമി ഗവൺമെൻറ്റിന് ഏറ്റെടുക്കാം. നമ്മുടെ ഭൂമിയിൽ ഒരു ഡാം വരുന്നു, ആ പ്രദേശത്തെ ഭൂമികളൊക്കെ ഗവൺമെൻറ്റിന് ഏറ്റെടുക്കാം. നമ്മുടെ പ്രദേശത്തൊരു വിമാനത്താവളം വരുന്നു, അവിടെ ഏക്കർ കണക്കിന് ഭൂമി ഏറ്റെടുക്കും. അപ്പോൾ നമ്മുടെ ഭൂമി എന്ന് പറയുന്നതെല്ലാം ആരുടെയാണ്? അത് ഗവൺമെൻറ്റിൻ്റെയാണ്. അന്ന് നമുക്കറിയാം, അന്ന് എല്ലാത്തിൻ്റെയും ഭരണമെന്ന് പറയുന്നത് രാജാവാണ്. അപ്പോൾ ഭൂമി മുഴുവൻ ആരുടേതാണ്? രാജാവിൻ്റെതാണ്. രാജാവ് ഈ ഭൂമി അത് ആർക്ക് കൊടുക്കുന്നു? നോബിൾസിന് കൈമാറുന്നു. ദെൻ കിങ് ഗേവ് ദ ലാൻഡ് ടു ദ നോബിൾസ്. ഇനി ഈ നോബിൾസിന് വെറുതെ അല്ല, അതൊരു എഗ്രിമെൻറ്റാണ്. നോബിൾസ് തിരിച്ച് രാജാവിന് എന്ത് കൊടുക്കണം? ദേ പ്ലെഡ്ജ് ദ ലോയൽ ടു ദ കിങ്. കിങ്ങിനോട് എന്നും ലോയൽ ആയിരിക്കുമെന്ന് പ്ലെഡ്ജ് ചെയ്യണം, ഒരു പ്രതിജ്ഞ എടുക്കണം. ലോയൽ ടു ദ കിങ്. ലോയൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? വിധേയനായിട്ട് നിന്നോളാം, കിങ്ങിനെ അനുസരിച്ച് നിന്നോളാം എന്നൊരു പ്ലെഡ്ജ് ഉണ്ടായി. ദെൻ പ്രൊവൈഡ് മിലിറ്ററി അസിസ്റ്റൻസ്. രാജാവിനെ ഇവർ മിലിറ്ററിയെ ട്രെയിൻ ചെയ്ത് കൂടെ നിർത്തുകയും രാജാവ് ആവശ്യപ്പെടുമ്പോഴൊക്കെ മിലിറ്ററി അസിസ്റ്റൻസ് കൊടുക്കുകയും ചെയ്യണം. അപ്പം നോബിൾസിൻ്റെ ഡ്യൂട്ടിയാണ് മിലിറ്ററിയെ ട്രെയിൻ ചെയ്യിക്കുക, മിലിറ്ററിയെ സെലക്ട് ചെയ്യുക, ട്രെയിൻ ചെയ്യിക്കുക. whenever the emperor asked for the military, they had to provide. അവർ പ്രൊവൈഡ് ചെയ്യണം. ദെൻ നോബിൾസ് ഹാഡ് ദ പവർ ടു ഫോം ആൻ ആർമി. ആർമിയെ ഫോം ചെയ്യാം. അഡ്മിനിസ്റ്റർ ജസ്റ്റിസ്. ആ പ്രദേശത്തിൻ്റെ ജസ്റ്റിസ് നടത്താം. ശരിക്കും അയാളാണ് ആ നോബിളിന് എത്ര ഏരിയയാണോ കിങ് കൊടുത്തിരിക്കുന്നത് അത്രയും ഏരിയയുടെ അഡ്മിനിസ്ട്രേഷൻ അയാളാണ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഒരു ലോക്കൽ ചീഫാണ്. So he can administer justice and mint currency. Even he can mint currency. നോട്ട് പോലും അടിക്കാനുള്ള പവർ ഈ നോബിളിനുണ്ട്. ദ തേർഡ് ഓർഡർ. ഇനി നമുക്ക് തേർഡ് ഓർഡറിനെ പറ്റി ചിന്തിക്കാം. ഈ പെസൻസ്, ദിസ് തേർഡ് ഓർഡർ, ദേ ഹാഡ് ടു ഡിവിഷൻസ്. രണ്ട് തരം പെസൻസ് ആണ് ഉണ്ടായിരുന്നത്. ഇൻഡിപെൻഡൻറ്റ് പെസൻസ് ആൻഡ് സ്ലേവ്സ്. ചിലർ ഇൻഡിപെൻഡൻറ്റ് പെസൻസ് ആയിരിക്കും, ചിലർ വെറും സ്ലേവ്സ് ആയിരിക്കും. Peasants did not have their own land. They are landless laborers, landless workers. Peasants did not have their own land. They had to work on the farmland of the noble and also in the houses of the noble. അപ്പം നോബിളിൻ്റെ പാലസിലും പോയി ജോലി ചെയ്യണം, അയാളുടെ ലാൻഡിലും ജോലി ചെയ്യണം. They didn't receive any wage. അവർക്ക് വേജ് ഒന്നും നോബിൾ കൊടുക്കുകയില്ല.
അയാളുടെ ഭൂമിയിലെ ചെറിയ കുടിലൊക്കെ വെച്ച് താമസിക്കാം, അത്രയേ ഉള്ളൂ. ഓക്കെ, ദേ ഡിഡിൻ റിസീവ് എനി വേജ്. അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഫ്യൂഡൽ സൊസൈറ്റിയെ പറ്റി? ഫുൾ ഓഫ് ഇനീക്വാളിറ്റി, വളരെ അസമത്വമുള്ള ഒരു സൊസൈറ്റി ആയിരുന്നു ഫ്യൂഡൽ സൊസൈറ്റി. ഓക്കെ, ദെൻ വാട്ട് വേർ ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ടു ദ കൊളാപ്സ് ഓഫ് ഫ്യൂഡലിസം. അപ്പോൾ ഫ്യൂഡലിസം മിഡീവിയൽ പീരീഡിൽ യൂറോപ്പിലുണ്ടായ ഒരു സോഷ്യൽ ഇക്കണോമിക് പൊളിറ്റിക്കൽ സിസ്റ്റമാണെന്ന് നമുക്ക് മനസ്സിലായി. ആ സിസ്റ്റം വളരെ ഇന്നീക്വാളിറ്റി നിറഞ്ഞ ഒരു സിസ്റ്റമായിരുന്നു. സൊസൈറ്റിയിലെ ഒരു തരത്തിലുള്ള ഇക്വാളിറ്റിയും ഇല്ലായിരുന്നു. കിങ് ഏറ്റവും പവർഫുള്ള് അല്ലെങ്കിൽ ഏറ്റവും ഓണറ്, നോബിൾസ് അദ്ദേഹത്തിൻ്റെ പോലെ തന്നെ വളരെ പവർഫുള്ളായിരുന്നു, എന്നാൽ പെസൻസ് വേജ്ലെസ് ലേബറേഴ്സ് ആയിരുന്നു. സോ ഇന്നീക്വാളിറ്റി അവിടെ പ്രകടമാണ്. അതുകൊണ്ട് തന്നെ ഈ 15th സെഞ്ച്വറിക്ക് ശേഷം ദിസ് ഫ്യൂഡലിസം കൊളാപ്സ്, ഫ്യൂഡലിസം തകർന്നുപോയി. എന്താണ് അതിൻ്റെ കാരണങ്ങളെന്ന് നമുക്ക് നോക്കാം. ക്ലൈമാറ്റിക് ചേഞ്ചസ്, ബിക്കോസ് ഓഫ് ക്ലൈമാറ്റിക് ചേഞ്ചസ് ദിസ് ലാൻഡ് കൾട്ടിവേഷൻ എക്സെട്ര ഹാഡ് collapsed or stopped and this feudalism also collapsed. ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയുടെ ഒരു കാരണം ക്ലൈമാറ്റിക് ചേഞ്ചാണ്. നമുക്കറിയാം ക്ലൈമാറ്റിക് ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിനെ മാത്രമല്ല ബാധിക്കുക, അത് നമ്മുടെ ഇക്കണോമിയെ ബാധിക്കും, നമ്മുടെ സൊസൈറ്റിയെ ബാധിക്കും, നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ തന്നെ ബാധിക്കും. അപ്പോൾ അങ്ങനെ ഈ ഒരു സിസ്റ്റം കൊളാപ്സ് ആയിപ്പോയി, ക്ലൈമാറ്റിക് ചേഞ്ച്. അതുകൊണ്ടാണ് നമ്മൾ ക്ലൈമാറ്റിക് ചേഞ്ചിനെ കരുതിയിരിക്കണമെന്ന് പറയുന്നത്. ഒരു സമൂഹം തന്നെ ഇല്ലാതായി പോകാനായിട്ട് കാരണമാകുന്ന ഒന്നാണ് ക്ലൈമാറ്റിക് ചേഞ്ച്. അതിന് വലിയ ഒരു എഫക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ക്ലൈമാറ്റിക് ചേഞ്ച്. അപ്പം ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയ്ക്ക് ഏറ്റവും ഒന്നാമത്തെ കാരണമായിട്ട് പറയുന്നത് നോക്കി ക്ലൈമാറ്റിക് ചേഞ്ചാണ്. രണ്ടാമത്തെ സ്കേഴ്സിറ്റി ഓഫ് മെറ്റൽ കോയിൻസ്. നമുക്കറിയാം ഒരു സൊസൈറ്റിയിൽ ട്രാൻസാക്ഷൻ നടക്കണമെങ്കിൽ കോയിൻസ് വേണം, കറൻസി വേണം. അപ്പോൾ മെറ്റൽ കോയിൻസിൻ്റെ സ്കേഴ്സിറ്റി ഈ ഫ്യൂഡലിസം എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തെ തന്നെ ഇല്ലാതാക്കി. സ്കേഴ്സിറ്റി ഓഫ് മെറ്റൽ കോയിൻസ്. ദെൻ സ്ട്രെങ്തനിങ് ഓഫ് മൊണാർക്കി. രാജാവ് പവർഫുൾ ആയപ്പോൾ നോബിൾസിൻ്റെ പവർ ഡിമിനിഷ് ആവുകയും അങ്ങനെ ഫ്യൂഡലിസം, നോബിൾസ് ഭരിക്കുന്ന, നോബിൾസ് പവർഫുൾ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണല്ലോ ഈ ഫ്യൂഡലിസം, അല്ലേ? ലാൻഡ് ലോഡ്സ് പവർഫുൾ ആകുമ്പോഴാണ് ഫ്യൂഡലിസം. എന്നാൽ മൊണാർക്ക് മീൻസ് എംപറർ ഓർ ദ കിങ്, കിങ്ങോ എംപററോ കൂടുതൽ പവർഫുൾ ആകുമ്പോൾ ഈ നോബിൾസിനെ അദ്ദേഹം, അവരുടെ പവറിനെ അദ്ദേഹം എന്ത് ചെയ്തു? കുറച്ച് നിർത്തി, അല്ലെങ്കിൽ അവരെ തൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവന്നു. സോ സ്ട്രെങ്തനിങ് ഓഫ് മൊണാർക്കി വാസ് അനദർ റീസൺ ഫോർ ദ കൊളാപ്സ് ഓഫ് ദിസ് ലാൻഡ്ലോഡിസം ഓർ ഫ്യൂഡലിസം. സ്പ്രെഡ് ഓഫ് ദി പാൻഡമിക് നോൺ ആസ് പ്ലേഗ് ഓർ ബ്ലാക്ക് ഡെത്ത്. ഈ ബ്ലാക്ക് ഡെത്ത് എന്നുള്ള പേരിൽ ഉണ്ടായ പാൻഡമിക്, പകർച്ചവ്യാധി, പ്ലേഗിനെയാണ് നമ്മൾ ബ്ലാക്ക് ഡെത്ത് എന്ന് പറഞ്ഞ് ആ ഒരു സംഭവം ഉണ്ടായത് പ്ലേഗ് കൊണ്ടാണ്. അതൊരു പാൻഡമിക് ആയിരുന്നു. ഈ പാൻഡമിക് അനേകായിരങ്ങളെ, മില്യൺസ് ഓഫ് പീപ്പിളിനെ കൊന്നുകളഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ഒരു പാൻഡമിക് വന്നു പോയപ്പോൾ ഫ്യൂഡലിസം എന്ന് പറയുന്ന ആ സിസ്റ്റം തന്നെ ഇല്ലാതായിപ്പോയി. ഓക്കെ, സോ സ്പ്രെഡ് ഓഫ് പാൻഡമിക്. നമുക്കറിയാം കൊറോണ പോലെയുള്ള പാൻഡമിക് വന്നപ്പോൾ നമ്മളതിനെ നിയന്ത്രിച്ചു. അതിൻ്റെ കാരണം എന്താണ്? ടെക്നോളജി കൂടി, മെഡിസിൻ ഒക്കെ നമുക്കതിന് അവൈലബിളായി. എന്നാൽ അന്ന് ടെക്നോളജിയോ മെഡിസിനോ ഇല്ലാത്ത കാലത്തെ പ്ലേഗ് ഒരു പ്രദേശത്തെ ആളുകളെ മുഴുവൻ കൊന്നുകളഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ പ്ലേഗ് ഓർ ബ്ലാക്ക് ഡെത്ത് അനദർ റീസൺ ഫോർ കൊളാപ്സ് ഓഫ് ഫ്യൂഡലിസം. ദെൻ ഇൻവെൻഷൻ ഓഫ് ഗൺ പൗഡർ. ഈ ഗൺ പൗഡറും ഫ്യൂഡലിസവും തമ്മിൽ എന്താണ് ബന്ധം? ഇൻവെൻഷൻ ഓഫ് ഗൺ പൗഡർ ആണ് ഈ മൊണാർക്ക് വളരെ പവർഫുൾ ആകാനുള്ള കാരണം. രാജാവിന് പവർ കിട്ടാനുള്ള കാരണം ദ ഇൻവെൻഷൻ ഓഫ് ഗൺ പൗഡർ. അങ്ങനെ രാജാവ് ആയുധങ്ങളൊക്കെ സംഭരിച്ച് കൂടുതൽ പവർഫുൾ ആയപ്പോൾ നോബിൾസിൻ്റെ ആ പവർ ഡിമിനിഷായി പോവുകയും ഫ്യൂഡലിസം തന്നെ ഉണ്ടായി പോവുകയും ചെയ്തു. ഇൻവെൻഷൻ ഓഫ് ഗൺ പൗഡർ. ദെൻ ക്രൂസൈഡ്സ്. ഈ ക്രൂസൈഡ്സിൻ്റെ ഫലമായിട്ട് ധാരാളം നോബിൾസിനൊക്കെ പോയി യുദ്ധം ചെയ്യേണ്ടി വന്നു. ക്രൂസൈഡ്സ് 100 കൊല്ലം നീണ്ടു നിന്ന ആ ഒരു യുദ്ധത്തിൽ നോബിൾസിൻ്റെ പണം അവർക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരികയും ക്രൂസൈഡ്സിന് ശേഷം നോബിൾസിൻ്റെ പണവും അവരുടെ പ്രതാപവും എല്ലാം നഷ്ടപ്പെട്ട് ആ ഫ്യൂഡലിസം തന്നെ ഇല്ലാതായി പോവുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ നൂറ്റാണ്ടുകൾ നീണ്ടു നിന്ന യുദ്ധത്തെയാണ് എന്ത് പറയുക? ക്രൂസൈഡ്സ്, കുരിശ് യുദ്ധങ്ങളെന്ന് മലയാളത്തിൽ പറയും. ക്രൂസൈഡ്സ്. അതിനകത്ത് പണമിറക്കിയതും അതിനകത്ത് പങ്കെടുത്തതും നോബിൾസാണ്. അതുകൊണ്ട് തന്നെ ഈ ലാൻഡ് ലോഡ്സിനെ
കയ്യിലിരുന്ന പണം മുഴുവൻ ക്രൂസൈഡ്സിന് വേണ്ടി കൊടുക്കേണ്ടി വന്നു. ഒത്തിരി ആളുകളെ നഷ്ടപ്പെട്ടു, ഒരുപാട് പേര് മരിക്കേണ്ടി വന്നു. അങ്ങനെ ഫ്യൂഡലിസം ഇല്ലാതായി. അപ്പോൾ ഫ്യൂഡലിസത്തിൻ്റെ കൊളാപ്സിനെ ഇത്രയും റീസൺസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒരു 6 റീസൺസ് പഠിച്ചു വെക്കുക. ക്ലൈമാറ്റിക് ചേഞ്ച്, സ്കേഴ്സിറ്റി ഓഫ് മെറ്റൽ കോയിൻസ്, സ്ട്രെങ്തനിങ് ഓഫ് മൊണാർക്കി, സ്പ്രെഡ് ഓഫ് പാൻഡമിക് നോൺ ആസ് പ്ലേഗ്, ഇൻവെൻഷൻ ഓഫ് ഗൺ പൗഡർ ആൻഡ് ക്രൂസൈഡ്സ്. ഓക്കെ, അപ്പോൾ ഫ്യൂഡലിസം ഒരു മിഡീവിയൽ പീരീഡിലുണ്ടായ സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റമാണ് ഫ്യൂഡലിസം. ഓക്കെ സ്റ്റുഡൻസ്, അടുത്ത പോർഷനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.